എല്ലാവർക്കും ഇൻസൈറ്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി നിരവധി സിനിമകളാണ് OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ടോക്സിക് ഒഫീഷ്യൽ ടീസർ പ്രഖ്യാപനം വന്നു. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, റോഷൻ മാത്യു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ചത്താപ്പച്ച. വേറിട്ടൊരു പ്രമേയവുമായി എത്തിയ ഈ ചിത്രം റിലീസ് ചെയ്തപ്പോൾ മുതൽ പ്രേക്ഷകർക്കിടയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അങ്ങനെ സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗിൽ ലഭ്യമാണ്. GV പ്രകാശ് കുമാർ, അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ സിനിമയാണല്ലോ ലക്കി ദ സൂപ്പർ സ്റ്റാർ. എല്ലാ പ്രായക്കാർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് രാത്രി ഫെബ്രുവരി 20 മുതൽ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യുകയാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം സ്ട്രീമിങ്ങിന് ലഭ്യമാവും. റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലും ശ്രീനിവാസനും തകർത്തഭിനയിച്ച എക്കാലത്തെയും വലിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാണല്ലോ ഉദയനാണ് താരം. സിനിമാ ലോകത്തെ കാണാപ്പുറങ്ങളും ഉദയൻ, സരോജ് കുമാർ എന്നീ കഥാപാത്രങ്ങളുടെ ഈഗോ പോരാട്ടവും ഹാസ്യത്തിൽ ചാലിച്ച് അവതരിപ്പിച്ച ഈ ചിത്രം ഇന്നും മലയാളികൾക്ക് ഒരു ആവേശമാണ്. ഇപ്പോഴത്തെ സിനിമാ പ്രേമികളെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് 2 പതിറ്റാണ്ടിനു ശേഷം ഈ ഐക്കോണിക് ചിത്രം നാളെ അത്യാധുനികമായ 4K ദൃശ്യമികവോടെ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ആ പഴയ ചിരിയും കയ്യടിയും ബിഗ് സ്ക്രീനിൽ ഒരിക്കൽ കൂടി കാണാനായി ഒരുങ്ങുകയാണ് ആരാധകർ. അമരൻ എന്ന വൻ വിജയത്തിനു ശേഷം രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ധനുഷ് ചിത്രമാണ് D55. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ചിത്രീകരണം നാളെ മുതൽ ചെന്നൈയിൽ വെച്ച് ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 10 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ചെന്നൈയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നതിനായി അണിയറ പ്രവർത്തകർ തിരുപ്പതിയിലേക്ക് തിരിക്കും. മെഗാസ്റ്റാർ മമ്മൂട്ടി ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. അദ്ദേഹം വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ സെറ്റിൽ ജോയിൻ ചെയ്യും. ധനുഷിന്റെ കരിയറിലെ തികച്ചും വ്യത്യസ്തമായ ഒരു ഫ്രഷ് എന്റർടൈനർ ആയിരിക്കും ഈ ചിത്രമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിഘ്നേഷ് കാർത്തിക് സംവിധാനം ചെയ്ത് ആദിത്യ ഭാസ്കർ പ്രധാന വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണല്ലോ ഹോട്ട്സ്പോട്ട് ടു മച്ച്. വ്യത്യസ്തമായ പ്രമേയം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രം ഇപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ ഒരേ സമയം 5 OTT പ്ലാറ്റ്ഫോമുകളിലായി റിലീസ് ചെയ്യുന്നു. ഫെബ്രുവരി 20 മുതൽ, അതായത് ഇന്ന് അർദ്ധരാത്രിയോടെ ആമസോൺ പ്രൈം, ആഹാ തമിഴ്, സിംപ്ലി സൗത്ത്, ലയൺസ് ഗേറ്റ് പ്ലേ, ഷോർട്ട് ഫ്ലിക്സ് എന്നീ പ്ലാറ്റ്ഫോമുകൾ വഴി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. വിനയരത്നം സംവിധാനം ചെയ്ത് വംശി തുമ്മല പ്രധാന റോളിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണല്ലോ ശ്രീ ചിദംബരം. ഇപ്പോഴത്തെ സിനിമ കൂടുതൽ സിനിമാ പ്രേമികളിലേക്ക് എത്തുകയാണ്. മികച്ച പ്രകടനങ്ങളും വേറിട്ടൊരു പ്രമേയവും കൊണ്ട് ശ്രദ്ധേയമായ ചിത്രം ഫെബ്രുവരി 26 മുതൽ പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ ETV വഴി സ്ട്രീമിംഗ് ആരംഭിക്കും. ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ വെള്ളിത്തിരയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്ന വാർത്തയുടെ ആവേശത്തിലാണല്ലോ സിനിമാ പ്രേമികൾ. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിന്റെ മുഴുവൻ ചിത്രീകരണം ഇന്ന് ഔദ്യോഗികമായി പൂർത്തിയായിരിക്കുകയാണ്. മോഹൻലാൽ തന്നെ നേരിട്ടാണ് ഈ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. സിനിമയിൽ ലാലേട്ടനും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ജൂൺ മാസത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. നെൽസൺ സംവിധാനം ചെയ്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തകർത്താടിയ ജയിലർ എന്ന വൻ വിജയത്തിന് ശേഷം ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന 2ാം ഭാഗമാണല്ലോ ജയിലർ 2. മുത്തുവേൽ പാണ്ഡ്യനായി തലൈവർ വീണ്ടും സ്ക്രീനിൽ എത്തുമ്പോൾ ഈ ചിത്രം ഒരു വൻ ആക്ഷൻ വിരുന്ന് തന്നെയാകും സമ്മാനിക്കുക. പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കാൻ മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ, കന്നഡ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാർ എന്നിവർക്കൊപ്പം ബോളിവുഡ് താരം ബാദുഷാ, ഷാറൂഖ് ഖാൻ എന്നിവരും അതിഥി വേഷങ്ങളിൽ എത്തുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. വൻ പ്രതീക്ഷകളോടെ ഒരുങ്ങുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം 2026 ജൂൺ 11 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തമിഴ്, മലയാളം, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിലായി പാൻ ഇന്ത്യൻ റിലീസായാണ് ചിത്രം എത്തുക. പറോട്ട മുരുകേശൻ പ്രധാന വേഷത്തിലെത്തിയ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള വൈകാരിക നിമിഷങ്ങൾ കോർത്തിണക്കിയ തമിഴ് ചിത്രമാണല്ലോ ഒണ്ടിമിനയും നല്ല പാതനും. ഒരു മനുഷ്യനും ആടും തമ്മിലുള്ള ഹൃദയസ്പർശിയായ ആത്മബന്ധത്തിന്റെ കഥ പറയുന്ന ഈ റൂറൽ ഡ്രാമ തമിഴ്നാട്ടിലെ ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. തിയേറ്ററുകളിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് രാത്രി ഫെബ്രുവരി 20 മുതൽ സൺ നെക്സ്റ്റ് വഴി OTT റിലീസ് ചെയ്യുകയാണ്.
അറ്റ്ലിയുടെ സംവിധാനത്തിൽ ഐക്കൺ സ്റ്റാർ അല്ലു അർജുൻ നായകനാവുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം AA22 സംബന്ധിച്ച ഏറ്റവും പുതിയ ആവേശകരമായ വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിലെ നായികമാരെ കുറിച്ചുള്ള വലിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബോളിവുഡ് സുന്ദരി ദീപിക പദുക്കോണിന് പുറമെ യുവതാരം ജാൻവി കപൂറും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നു എന്നതാണ് ആരാധകരെ ആവേശത്തിലാക്കുന്നത്. അല്ലു അർജുനൊപ്പം 2 പ്രമുഖ ബോളിവുഡ് നായികമാർ ഒന്നിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ ആക്ഷൻ എന്റർടൈനറുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ അണിയറ പ്രവർത്തകർ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സണ്ണി ലിയോൺ നായികാവേശത്തിലെത്തി ആക്ഷൻ ത്രില്ലർ ജോണറിൽ ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ കെന്നഡി. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മുതൽ ഫെബ്രുവരി 20 C5 വഴി OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. നിസാം ബഷീറിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണല്ലോ. കെട്ടിയോളാണന്റെ മാലാഖ, റോഷാക്ക് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം നിസാം ബഷീർ ഒരുക്കുന്ന ഈ സിനിമയുടെ ചിത്രീകരണം ഇതിനോടകം തന്നെ 100 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. നിസാം ബഷീറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഷൂട്ടിംഗ് ഷെഡ്യൂൾ കൂടിയാണിത്. ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ ഭാഗങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. പാർവതി തിരുവോത്താണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോൻ നിർമ്മിക്കുന്ന ഈ ചിത്രം വമ്പൻ പ്രതീക്ഷകളോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. മികച്ചൊരു സിനിമാനുഭവം തന്നെയാവും ഈ ടീമിൽ നിന്നും ലഭിക്കുകയെന്ന് ഉറപ്പാണ്. അജയ് ഷാജി സംവിധാനം ചെയ്ത് അജു വർഗീസ്, ജാഫർ ഇടുക്കി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ മലയാളം സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ സിനിമയാണല്ലോ അമോസ് അലക്സാണ്ടർ. ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയും മിസ്റ്ററിയും നിറഞ്ഞ ഈ ചിത്രം പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സസ്പെൻസ് സ്റ്റോറിയാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇന്ന് രാത്രി 12 മണിക്ക് ഫെബ്രുവരി 20 സൺനെക്സ്റ്റ് വഴി OTT റിലീസ് ആവും. യശ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായ ടോക്സിക്കിന്റെ ആവേശകരമായ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം പ്രഖ്യാപന സമയം മുതൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ഔദ്യോഗിക ടീസർ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് മൂവി ടീം. നാളെ രാവിലെ 9:35 ചിത്രത്തിന്റെ ആദ്യ ടീസർ പുറത്തിറങ്ങുമെന്നൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഒരു മാസ് ആക്ഷൻ എന്റർടൈനറായി ഒരുങ്ങുന്ന ടോക്സിക് മുൻകൂട്ടി നിഷേധിച്ചതുപോലെ തന്നെ മാർച്ച് 19 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. KGFന് ശേഷം പാൻ ഇന്ത്യൻ ലെവലിൽ യശ് തരംഗം സൃഷ്ടിക്കാൻ പോകുന്ന ഈ ചിത്രത്തിനായി വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. നവ്യ നായരും സൗബിൻ ഷാഹിറും പ്രധാന വേഷങ്ങളിലെത്തിയ നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പാതിരാത്രി. പുഴു എന്ന ചിത്രത്തിന് ശേഷം രതീന സംവിധാനം ചെയ്ത ഈ ചിത്രം മികച്ചൊരു സിനിമാനുഭവം പ്രേക്ഷകർക്ക് വാഗ്ദാനം ചെയ്യുന്നു. കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇന്ന് രാത്രി മുതൽ C5 വഴി OTT സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. G പ്രജിത്ത് സംവിധാനം ചെയ്ത് ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ആശകളായിരം. അച്ഛനും മകനും ആദ്യമായി സ്ക്രീനിൽ ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയോടെ എത്തിയ ചിത്രം പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറിയ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരിക്കുകയാണ്. മാർച്ച് ആദ്യ വാരത്തോടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാർച്ച് 6 എക്സ്പെക്റ്റഡ് ഡേറ്റ്.